ഭക്തി, ഭക്തർ, വിശ്വാസികൾ. എനിക്ക് ചില സമയത്ത് അതിയായ സങ്കടവും എന്നാൽ കോമഡിയും തോന്നുന്ന കുറച്ച് കാര്യങ്ങളാണ് ഈ ഭക്തി, ഭക്തർ അല്ലെങ്കിൽ വിശ്വാസികളുടെ കാര്യം. ഏറ്റവും ശക്തമായ വിശ്വാസം ആർക്കാണെന്നറിയോ? അവിശ്വാസികൾക്കാണ് ശക്തമായ വിശ്വാസമുള്ളത്. കാരണം അവർക്ക് പൂർണ്ണ വിശ്വാസമാണ് ഇവിടെ ഈശ്വരൻ, പ്രകൃതി, പ്രപഞ്ചശക്തി അങ്ങനെ ഒന്നില്ല എന്നുള്ളത്. പക്ഷേ ഈ സോക്കോൾഡ് ഭക്തർക്കുണ്ടല്ലോ, വിശ്വാസികൾക്ക്, അവരൊരു 50-50യിലാണ്. ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ട്, ഇല്ലേന്ന് ചോദിച്ചാൽ ഇല്ല എന്നുള്ളൊരവസ്ഥയിലാണ്. നമ്മൾ റോഡിലൂടെ വണ്ടി ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ നമുക്ക് 100-ൽ 110% വിശ്വാസമാണ് ഓപ്പോസിറ്റ് വരുന്ന വണ്ടിക്കാരൻ നമ്മുടെ വണ്ടിക്കിലേക്ക് ഇടിച്ചുകൊണ്ട് കയറ്റത്തിലാണ്. അതുകൊണ്ടാണ് നമ്മൾ വളരെ റിലാക്സ് ആയിട്ടിരുന്ന് വണ്ടി ഓടിക്കുന്നത്. ഓപ്പോസിറ്റ് വരുന്നവൻ ഇങ്ങനെ തേരാപ്പാരി ഇങ്ങനെ വെട്ടിച്ച് ഓടിക്കുന്നെങ്കിൽ നമുക്കും ഡൗട്ടാവും, നമ്മൾ ഭയന്നു പോകും, നമ്മൾ ടെൻഷൻ അടിച്ചു പോകും അല്ലേ. നമ്മൾ റിലാക്സ് ആയിട്ട് വണ്ടി ഓടിക്കുന്നെങ്കിൽ അതിൻ്റെ അർത്ഥം ഓപ്പോസിറ്റ് വരുന്നവനോട് നമുക്ക് പൂർണ്ണ വിശ്വാസമാണ്. അവൻ ആരാണോ എന്താണെന്ന് പോലും നമുക്കറിയത്തില്ല, പക്ഷേ അവനെ നമുക്ക് ഭയങ്കര വിശ്വാസമാണ്. അവൻ ഇങ്ങോട്ട് വണ്ടി കൊണ്ട് നമ്മുടെ നെഞ്ചത്തോട്ട് ഇടിച്ച് കയറ്റത്തില്ല. ഒരു സലൂണിൽ പോയി കഴിഞ്ഞിട്ട് ഒരു ഹെയർ ഡ്രസ്സറിൻ്റെ അടുത്ത് പോയിട്ട്, ഹെയർ സ്റ്റൈലിസ്റ്റിൻ്റെ അടുത്ത് പോയിട്ട് നമ്മൾ ഇരുന്നാലും അവൻ കഴുത്തിൽ കത്തി കൊണ്ടുവച്ച് ക്ലീൻ ചെയ്തുകൊണ്ടിരുന്നാലും നമ്മൾ വളരെ റിലാക്സ് ആയിട്ടിരിക്കും. അവനെ നമുക്ക് പൂർണ്ണ വിശ്വാസമാണ്. അവനെ കത്തി കൊണ്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വലിച്ചാൽ മതി, നമ്മുടെ പരിപാടി കഴിഞ്ഞു അല്ലേ. അവനെ നമുക്ക് പൂർണ്ണ വിശ്വാസമാണ്. പക്ഷേ ഈ പ്രപഞ്ചശക്തിനെ, ഈശ്വരനെ, ഈ ഭഗവാനെ നമുക്ക് വിശ്വാസമുണ്ടോ? ഉണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും ലൈഫിൽ ടെൻഷൻ അടിക്കത്തില്ല, ഒരിക്കലും നമ്മൾ സങ്കടത്തിൻ്റെ പേരിൽ കരയത്തില്ല. ഒരു യഥാർത്ഥ ഭക്തൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് ഈ ഈശ്വരൻ, ഈ പ്രപഞ്ചം, ഈ ശക്തി അവന് നൽകിയ അനുഗ്രഹങ്ങളെ ഓർത്ത് അതിൽ ഗ്രേറ്റ്ഫുൾ ആകുമ്പോഴായിരിക്കണം അവന് കണ്ണ് നിറയുന്നത്. അല്ലാത്ത ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു പ്രശ്നങ്ങളിൽ വരുന്ന ഉടനെ കണ്ണ് നിറയത്തില്ല. അവന് ശക്തമായ ഭക്തിയുണ്ടെങ്കിൽ, ശരിയായ വിശ്വാസമുണ്ടെങ്കിൽ, ശരിയായ ഭക്തി ഉണ്ടെങ്കിൽ, ശക്തമായ വിശ്വാസമുണ്ടെങ്കിൽ ഒരു ഭക്തനും ഒരു വിശ്വാസിയും സങ്കടപ്പെടത്തില്ല. അവൻ്റെ സങ്കടം പ്രപഞ്ചം അവന് തന്ന, ഈശ്വരൻ അവന് തന്ന, ഈ പ്രകൃതി അവന് കൊടുത്ത അനുഗ്രഹങ്ങളെ ഓർക്കുമ്പോൾ മാത്രമേ അവൻ്റെ കണ്ണ് നിറയത്തുള്ളൂ. ഓപ്പോസിറ്റ് വരുന്ന വണ്ടിക്കാരനോടുള്ള വിശ്വാസത്തിൻ്റെ പകുതി പോലും, ഒരു സലൂണിൽ പോയിട്ട് കഴുത്തിൽ കത്തി വെച്ച് ക്ലീൻ ചെയ്യുന്ന ഒരു ഹെയർ ഡ്രസ്സറിൻ്റെ അടുത്തുള്ള വിശ്വാസത്തിൻ്റെ പകുതി പോലും, ഒരു പരിചയമില്ലാത്ത ഏതോ ഒരു ഷെഫ് ഉണ്ടാക്കി തരുന്ന ഭക്ഷണം വിശ്വാസത്തോട് കഴിക്കുന്നതിൻ്റെ പകുതി പോലും വിശ്വാസം നമ്മളെ ഈ പ്രപഞ്ചത്തിലേക്ക് വിട്ട, നമ്മളെ ഈ പ്രപഞ്ചത്തിലേക്ക് എത്തിച്ച നമ്മുടെ സൃഷ്ടാവിനോട് നമുക്കില്ല. ഉണ്ടായിരുന്നെങ്കിൽ ഒരു നിമിഷം പോലും നമ്മൾ സങ്കടത്തോടെ ഇരിക്കത്തില്ല, വിഷമത്തോടെ ഇരിക്കത്തില്ല. യഥാർത്ഥ ഭക്തി എന്ന് പറയുന്നത് ഈ നിമിഷം അനിവാര്യമാണെന്നും എൻ്റെ ലൈഫിലെ ഏറ്റവും പെർഫെക്റ്റ് മൊമെൻറ്റ് ഈ നിമിഷമാണ് എന്ന് തിരിച്ചറിയുന്നതാണ് യഥാർത്ഥ ഭക്തൻ്റെ ലക്ഷണം. അതായത് ഇന്ന് ഈ ലൊക്കേഷനിൽ ഇവിടെ ഇരുന്ന് വീഡിയോ ചെയ്യുന്നതാണ് ഏറ്റവും ശരിയെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഈ ലൊക്കേഷനിൽ നിന്ന് വീഡിയോ ചെയ്യുന്നത്. നമ്മുടെ ബെഡ്റൂമിൽ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ നമുക്കറിയാം, ഓക്കെ ഇവിടെ ടി വി വെക്കുന്നതാണ് നല്ലത്, ഇവിടെ ഫ്രിഡ്ജ് വെക്കുന്നതാണ് നല്ലത്, ഈ മേശ ഇവിടെ വെക്കുന്നതാണ്, ഈ കസേര ഇവിടെ വെക്കുന്നതാണെന്നൊക്കെ നമുക്കറിയാം. നമ്മുടെ ചെറിയ ബുദ്ധിക്കറിയാം ഇതാണ് ശരി എന്നുള്ളത്. അപ്പോൾ നോക്കിയാൽ ഈ യൂണിവേഴ്സൽ കോൺഷ്യസ്നെസ്സിന് നമ്മുടെ ലൈഫിലേക്ക് ഓരോ കാര്യങ്ങൾ വരുമ്പോൾ, നമ്മുടെ ലൈഫിലേക്ക് ഓരോ പ്രശ്നങ്ങളും, അല്ലെങ്കിൽ പ്രശ്നം എന്ന് നമുക്ക് തോന്നുന്നതാണ്, നമ്മുടെ ലൈഫിലേക്ക് ഓരോ സന്ദർഭങ്ങൾ വരുമ്പോൾ ആ യൂണിവേഴ്സൽ കോൺഷ്യസ്നെസ്സിന് അറിയാം, ഈ പ്രപഞ്ചശക്തിക്ക് അറിയാം നമ്മൾക്ക് ഇതാണ് ശരി, നമ്മൾക്ക് ഇതാണ് ഇപ്പോൾ വേണ്ടുന്നത് എന്നുള്ളത്. പക്ഷെ നമ്മൾക്ക് ഡൗട്ടാണ്, അയ്യോ എൻ്റെ ലൈഫിൽ എന്താ ഇങ്ങനെ സംഭവിച്ചത്, എൻ്റെ ലൈഫിൽ എന്താ ഇങ്ങനെ വന്നത് എന്ന് പറയാൻ എന്ന ഡൗട്ടാണ് നമുക്ക്. നിങ്ങൾക്ക് ശക്തമായ വിശ്വാസമുണ്ടെങ്കിൽ, നിങ്ങളൊരു ഭക്തനാണെങ്കിൽ, നിങ്ങളൊരു വിശ്വാസിയാണെങ്കിൽ, ഈശ്വരനിൽ, പ്രപഞ്ചശക്തിയിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, മൈ ഡിയറസ്റ്റ്, എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരെ, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, മുഖത്തൊന്ന് പുഞ്ചിരി മാറാൻ പാടില്ല. ബിക്കോസ് ഈ നിമിഷം എൻ്റെ ലൈഫിലെ ഏറ്റവും മനോഹരമായ നിമിഷമാണ് എന്ന് വിശ്വസിക്കാൻ സാധിക്കുന്നതായിരിക്കണം ഒരു ഭക്തൻ്റെ ലക്ഷണം. അങ്ങനെ ഏറ്റവും മനോഹരമായ നിമിഷമുള്ളപ്പോൾ ആ മനോഹാരിതയെ, ആ സുഖത്തിനെ, ആ സന്തോഷത്തിനെ ഒരു പുഞ്ചിരിയോടുകൂടി പ്രസൻറ്റ് മൊമെൻറ്റ്, പ്രസൻറ്റ് എന്ന് പറയുന്നത് സമ്മാനമാണ്, ആ സമ്മാനം കൈ കിട്ടുമ്പോൾ സന്തോഷത്തോടു കൂടി ഒരു പുഞ്ചിരിയോടെ ഇരിക്കാൻ സാധിക്കും. സുഖമാണോ നിങ്ങൾക്ക്? സന്തോഷമാണോ നിങ്ങൾക്ക് എന്ന് ഞാൻ ചോദിക്കുന്നതിൻ്റെ പിന്നിൽ ഒരേ ഒരു കാരണമേ ഉള്ളൂ. അല്ല എന്നുണ്ടെങ്കിലും ആ ചോദ്യം കേൾക്കുന്ന ഉടനെ ഈ നിമിഷം ഏറ്റവും ബ്യൂട്ടിഫുൾ ആണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് സന്തോഷിക്കൂ, ചിരിക്കൂ. നിങ്ങളുടെ ലൈഫിൽ എത്ര വലിയ പ്രശ്നമുണ്ടെങ്കിലും അത് പ്രശ്നമല്ല, അത് നിങ്ങളുടെ വളർച്ചയാണ്.